എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പാവ് ബജിയുടെ മസാലയാണ്. എളുപ്പത്തിൽ പാവ് ബജിയുടെ മസാല എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഞാനിപ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്നത് പാവ് ബജിയിലോട്ട് വേണ്ട കിഴങ്ങ്, സവോള, ക്യാരറ്റ്, തക്കാളി, ക്യാപ്സിക്കം, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ഒന്ന് അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. നമുക്കിത് കുക്കറിലിട്ടാണ് നമ്മൾ വേവിക്കാൻ പോകുന്നത്. ഞാൻ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാം കൂടെ കുക്കറിലോട്ട് ചേർക്കാൻ പോകുകയാണ്. കുക്കറിലിട്ടൊരു 4 വിസിൽ മതിയാവുമെന്ന് തോന്നുന്നു. ഇതിനകത്ത് എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. എല്ലാം ഒരു മീഡിയം സൈസിൽ അരിഞ്ഞാൽ മതി. ഞാനൊരു ഒരു 4 മീഡിയം സൈസ് കിഴങ്ങും, ഒരു 2 മീഡിയം സൈസ് സവോള, ഒരു കുഞ്ഞ് ക്യാപ്സിക്കം, ഒരു വലിയൊരു ക്യാരറ്റും 2 മീഡിയം സൈസ് തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു പിടി മല്ലിയിലയും കൂടെ എടുത്തിട്ടുണ്ട്. 2 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടെയാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത്. തക്കാളിയും ബാക്കിയെല്ലാം അരിഞ്ഞാണ് ചേർത്തിരിക്കുന്നത്. പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയാണ് ചെറുതാക്കി അരിഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അധികം ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് വേവിക്കാൻ വയ്ക്കാം. ഒത്തിരി വെള്ളം വേണ്ട, അതുകൊണ്ടാണ് ഒരു ടീസ്പൂണോളം ഉപ്പിട്ടിട്ടുണ്ട്. ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ചേർത്ത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. അരിഞ്ഞു വെച്ച പച്ചക്കറികളും ഉപ്പ്, വെള്ളം, മഞ്ഞളും കൂടെ ഇട്ടാണ് നമ്മൾ വേവിക്കാൻ വെച്ചിട്ട്. നമുക്ക് ഇഷ്ടാനുസരണം എന്ത് പച്ചക്കറി വേണമെങ്കിലും ഇതിനകത്ത് ചേർക്കാം. കോളിഫ്ലവർ ഉണ്ടെങ്കിൽ കോളിഫ്ലവർ ചേർക്കാം. പിന്നെ ഗ്രീൻ പീസ് ഉണ്ടെങ്കിൽ ഗ്രീൻ പീസ് ചേർക്കാവുന്നതാണ്. എന്ത് വേണമെങ്കിലും ചേർക്കാൻ പറ്റുന്നതാണ് കേട്ടോ. നമുക്കിത് അടച്ച് അടുപ്പിലോട്ട് വയ്ക്കാവേ. ഞാൻ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഇത് വിസിലിന് വയ്ക്കുന്നത്. അപ്പം നമ്മളിപ്പം പച്ചക്കറി അരിഞ്ഞതും എല്ലാം കൂടെ ചേർത്ത് കുക്കറിലാണ് വെച്ചിരിക്കുന്നത്. എളുപ്പത്തിലാണ് നമ്മൾ ഉണ്ടാക്കാൻ കുക്കറിൽ വെച്ചിരിക്കുന്നത്. നമുക്കിതിന് ഗാർണിഷ് ചെയ്യാനുള്ള സവോള കുഞ്ഞാക്കി അരിയാം. ഞാനൊരു മീഡിയം സൈസ് സവോളയാണ് എടുത്തിട്ടുള്ളത്. ചെറിയ കൊത്തി അരിഞ്ഞെടുക്കാവുന്ന പരുവത്തി എടുത്താൽ മതി. കട്ടിംഗ് ബോർഡുണ്ട്, പക്ഷേ എനിക്ക് കട്ടിംഗ് ബോർഡിൽ അരിയുന്ന അത്ര വലിയ ഇഷ്ടമുള്ള പരിപാടിയല്ല. കൈ വെച്ച് അരിയുന്നതാണ് ഇഷ്ടം. ഇപ്പം പാവ് ബജിക്ക് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള വെജിറ്റബിൾസ് വെന്തിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്നിട്ട് ഉടച്ചെടുക്കാം. നമ്മൾ പെട്ടെന്ന് തയ്യാറാക്കുന്ന ഞാൻ ആദ്യമേ പറഞ്ഞു. നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഉടച്ചെടുക്കണം. എനിക്ക് സ്മാഷറൊന്നുമില്ല. അപ്പം നമ്മളൊരു ചട്ടകം വെച്ചാണ് ഒന്ന് ഉടച്ചെടുക്കുന്നത്. നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. നമുക്കത് നന്നായിട്ട് ഉടച്ചെടുക്കാവേ. നമ്മളിപ്പം വേവിച്ച പച്ചക്കറി എല്ലാം നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് വെന്ത് വന്നുകൊണ്ട് പെട്ടെന്ന് ഉടച്ചെടുക്കാൻ പറ്റിയായിരുന്നു. നമുക്ക് ഒരു ചട്ടി വെച്ചിട്ട് അതിനകത്തോടെ ഇനി ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ബട്ടർ ഓയിലും വേണം. നന്നായിട്ട് പാത്രം ചൂടായിട്ടുണ്ട്. നമ്മളിനി ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇപ്പം ബട്ടർ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ആ ചൂടായ ബട്ടറിലോട്ട് നമ്മൾ ഒരു 1/2 സ്പൂണ് ചെറിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ സ്മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസും കൂടെ ചേർത്ത് ഇളക്കിയെടുക്കണം. ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കണം. കുറച്ച് ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട്. നന്നായിട്ട് ബട്ടറുമായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഞാൻ ആ സ്മാഷ് ചെയ്ത വെജിറ്റബിൾസിൻ്റെ ഇതിനകത്ത് തന്നെയാണ് വെള്ളം ഒഴിച്ചിട്ടുള്ളത്. നമ്മൾ മിക്സ് ചെയ്തത് ഇപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ അകത്തേക്കാണ് ഇനി മുളക് പൊടി, ബാക്കിയുള്ള മസാല ഐറ്റംസൊക്കെ ചേർക്കുന്നത്. ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ ഗരം മസാല, 1 സ്പൂണോളം നമ്മുടെ പാവ് ബജി മസാലയാണ് ചേർക്കുന്നത്. ഒരു 1.5 സ്പൂണ് പാവ് ബജി മസാല ചേർക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഫുഡ് കളർ ആഡ് ചെയ്യേണ്ടവർക്ക് ഫുഡ് കളർ ആഡ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഫുഡ് കളറൊന്നും ആഡ് ചെയ്തിട്ടില്ല. നമ്മൾ കുറച്ച് കസൂരി മേത്തിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കസൂരി മേത്തിയുടെ ടേസ്റ്റ് അധികം ആർക്കും അങ്ങനെ ഇഷ്ടപ്പെടത്തില്ല. നമ്മളതുകൊണ്ട് കുറച്ച് ചേർക്കുന്നുള്ളൂ. എന്നിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണേ.
ഇനി ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് ഒരു പീസ് ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പാവ് ബജിയുടെ ബാജി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പാവാണ് റെഡിയാക്കാനുള്ളത്. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്ന് മെൽറ്റ് ആയിക്കോളൂ. ഇതിൽ തന്നെ കിടന്ന് മെൽറ്റ് ആയിക്കോളൂ. പാന് ചൂടായിട്ടുണ്ട്. അതിനകത്ത് ഒരു പീസ് ബട്ടർ നമ്മളിട്ടു. ബട്ടറിലാണെങ്കിൽ പാവ് നമുക്ക് ചൂടാക്കി എടുക്കേണ്ടത്. പാവിൻ്റെ 2 വശം ഒന്ന് ചൂടാക്കി എടുക്കണേ. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ചൂടാക്കാൻ പാടുള്ളൂ. അപ്പം നമ്മുടെ പാവ് ചൂടായിട്ടുണ്ട്. അപ്പം നമുക്ക് ആവശ്യത്തിന് ബാജിയോടെ എടുത്തിട്ട് സെർവ് ചെയ്യാമേ. ആവശ്യത്തിനുള്ള മല്ലിയിലയും കൂടെ മുകളിൽ ചെറുതായിട്ടൊന്ന് ഇട്ട് കൊടുക്കുക. ഒരു പീസ് നാരങ്ങയും കൂടെ പിഴിഞ്ഞ് കൊടുക്കാവേ. അപ്പം നമ്മുടെ പാവ് ബജി റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാവേ.